സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മീൻ വറ്റിച്ചത് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 7 അയിലയാണ് എടുത്തത്, 5 കുടംപുളി, 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പകുതി സവാള മുറിച്ചത്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പും വേണം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതക്കിയത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാ സാധനങ്ങളുടെയും പച്ചമണം മാറിക്കിട്ടിയാൽ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം, എന്നാലേ സ്വാദുണ്ടാവുകയുള്ളൂ. ഇത് നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നല്ല പോലെ വഴറ്റിയ ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം.
ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇങ്ങനെ മൂടി വെച്ച് ഈ മസാലയിൽ കിടന്ന് വേവുന്ന മീനിന് നല്ലൊരു സ്വാദാണ്. സ്റ്റൗ സിമ്മിൽ വെച്ചാണ് വേവിക്കേണ്ടത്. മീൻ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോവാതെ നോക്കണം. ഇനി ഒന്ന് തുറന്നു നോക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഒരു നുള്ളി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഉള്ളി വറുത്ത് ഇതിലേക്ക് ഇടാവുന്നതാണ്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കുക. ചെറിയ ചുവന്നുള്ളി മുറിച്ച് ഇടുന്നതാണ് നല്ലത്. എൻ്റെ കൈവശം ചെറിയ ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ഇട്ടത്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.